call is now being recorded. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഓക്കെ. Okay. In the previous classes, we have seen various techniques of work measurement. There are basically four methods or techniques, that is time study, work sampling, analytical estimation, and predetermined motion and time study. Okay. So now we'll see the performance rating and how it can be done. There are mainly four types of rating. So one by one we will see. The performance rating. So we have we know the rating factor. We have used the rating factor, the term rating factor. So what is the rating factor? It is a ratio of observed performance by normal performance. Rating factor, the observed performance by normal performance. So this gives a rating factor for each job. So now we will see how a rating factor is achieved. Or there are mainly four kinds of rating factors. So first one is the speed rating. Speed rating. So first of all, we'll do one thing. We'll list out the types. That is, one is speed rating, then synthetic rating, rating. Third is Westinghouse system of rating. Another type, Westinghouse system of rating. And finally objective rating. So these are the kinds of rating. Now we will see one by one each. So speed rating, synthetic rating, Westinghouse system of rating, and objective rating. First one, speed rating. So by the name itself, you will get an idea. What is a speed rating? That is the rating based on the speed or pace of the operation or operators working with relation to the normal pace or the normal speed. So compared to the normal speed, how he performs, whether he is
working with a greater speed or with a lower speed. That determines the speed rating. So speed rating is basically it compares the speed or pace of an operator. It compares the speed or pace. Speed or pace. Pace എന്ന് പറയും. Okay. അപ്പോൾ ഫോർ എക്സാമ്പിൾ if a worker is rated 125%, 125% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ഇതിന് 100ന് മുകളിൽ ഉണ്ട് അല്ലേ, അതായത് ഒരു 25%ഓളം കൂടുതലാണ്. അതായത് സാധാരണ നോർമൽ പേസിൽ, നോർമൽ കണ്ടീഷനിലേക്കാളും ഒരു 25% സ്പീഡ് കൂടുതലായിരിക്കും. സ്പീഡ് അല്ലെങ്കിൽ പേസ്. ഇപ്പം നോർമൽ പേസിനേക്കാളും അല്ലെങ്കിൽ നോർമൽ സ്പീഡിനേക്കാളും എന്താണ്, ഒരു 25% സ്പീഡ് കൂടുതൽ വർക്ക് ചെയ്യുന്നു ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് അതാണ് 125% സ്പീഡ് റേറ്റിംഗ് എന്ന് പറയാൻ. ഇനി സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 95% മീൻസ് 95% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 5% കുറവായിരിക്കും. ദാറ്റ് ഈസ് ഫ്രം ദ നോർമൽ പേസ് ഇറ്റ് വിൽ ബി 5% ലെസ് speed. Okay, so this is the speed rating. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് റേറ്റിംഗ്. ദാറ്റ് ഈസ് ദ റേറ്റിംഗ് ബേസ്ഡ് ഓൺ ദ സ്പീഡ് ഓർ പേസ് ഓഫ് ആൻ ഓപ്പറേറ്റർ വർക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ നോർമൽ സ്പീഡ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റേറ്റിംഗ്. സിമ്പിൾ അല്ലെങ്കിൽ ബേസിക് റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പീഡ് റേറ്റിംഗ് ആണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കേസ് എന്താണ്? ഇത് പറഞ്ഞു. സെക്കൻഡ് ഈസ് സിന്തറ്റിക് റേറ്റിംഗ്. synthetic rating. Synthetic rating. Synthetic rating. സിന്തറ്റിക് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് നമുക്കൊരു സ്റ്റഡി നടത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു PMTS എന്തായിരുന്നു? പ്രീ ഡിറ്റർമിൻഡ് മോഷൻ ആൻഡ് ടൈം സ്റ്റഡീസ് എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് എന്താണ്, ഒരു വാല്യൂസ് ഉണ്ടാവും. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് യൂസിങ് സർട്ടൺ റിലേഷൻസ്, നമുക്ക് കുറച്ച് റിലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാസ് ഉപയോഗിച്ച് നമ്മൾ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ജസ്റ്റ് സപ്പോസ് ഒരു പർട്ടിക്കുലർ വർക്ക് സൈക്കിൾ, അതിനെ നമുക്കൊരു 8 എലമെൻറ്റ്സ് ആയിട്ട് 8 എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഒരു പർട്ടിക്കുലർ വർക്കിനെ. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോക്കാം. എലമെൻറ്റ് നമ്പർ, എലമെൻറ്റ് ടൈപ്പ്, then time, actual or average time. Okay, elements 1,
3, 4, 5, 6, 7, 8. 8 എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ തിരിച്ചേക്കുകയാണ്. ഇനി അതിൻ്റെ ഓരോ ടൈപ്പ് പറയാണ്. വെദർ ഇറ്റ് ഈസ് മാനുവലി കൺട്രോൾഡ് ഓർ പവർ കൺട്രോൾഡ്. അപ്പോൾ മാനുവലി ചെയ്യുന്ന വർക്ക്സ് ഉണ്ടാവും. ഇനി അത് ചിലതെന്ന് പറഞ്ഞാൽ പവർ കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ റേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് 100% റേറ്റിംഗ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക പൊതുവെ. കാരണം അതിനകത്ത് നമുക്കിപ്പം എന്താ പറയുക, ഒരു മെഷീൻ കൺട്രോൾഡ് ആണെങ്കിൽ മെഷീനിന് നമ്മളിപ്പോൾ ശമ്പളം കൂട്ടിയെന്ന് വെച്ചിട്ട് അത് കൂടുതൽ വർക്ക് ചെയ്തൊന്നുമില്ല. കറക്റ്റായിട്ട് വർക്കുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്താൽ അതിൻ്റെ രീതിയിൽ അതിന് വർക്ക് ചെയ്യേണ്ട രീതിയിൽ അത് വർക്ക് ചെയ്യും. അതെപ്പോഴും 100% വർക്ക് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. മാൻ്റെ കേസിൽ അങ്ങനല്ല, അയാൾക്ക് തോന്നുന്ന പോലെ ഇരിക്കും, അയാളുടെ മൂഡ് അനുസരിച്ച് മാറും. സോ വെദർ ഇറ്റ് ഈസ് മാനുവൽ ഓർ പവർ കൺട്രോൾഡ്. അപ്പോൾ നമുക്കിവിടെ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം MP ഒക്കെ വെച്ചിട്ട്. ഇത് മാനുവലാണ്. സപ്പോസ് ദിസ് ഈസ് മാനുവൽ, ദിസ് ഈസ് പവർ കൺട്രോൾ. ബാക്കിയെല്ലാം മാനുവലാണെന്ന് കരുതുക, ജസ്റ്റ് ഫോർ ഇല്ലസ്ട്രേഷൻ പർപ്പസ്. ഓക്കെ. ഇപ്പോൾ 8 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഈ 3rd എലമെൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം മാനുവലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഓരോന്നിനും എടുത്ത ടൈം. സപ്പോസ് ദിസ് ഈസ് 0.14 minutes. Minutes 0.4, 0.16, 0.3, 0.52, 0.26, 0.45, 0.34, 0.15. ഇത്രയും ഡേറ്റാസ് ഉണ്ട് നമുക്ക് ഓരോ എലമെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ടോട്ടൽ ഒബ്സർവ്ഡ് ടൈം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ജസ്റ്റ് പ്ലസ് ചെയ്യുക. ദറ്റ് ഈസ് ദ ടോട്ടൽ ഒബ്സർവ്ഡ് ടൈം. എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് 2.32 minutes ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഒരു പ്രീഡിറ്റർമിൻഡ് മോഷൻ സ്റ്റഡി നടത്തി. സപ്പോസ് ഈ കാണുന്ന 2, അതേപോലെ 5, 8 ഈ 3 മോഷൻ്റെ അല്ലെങ്കിൽ 3 എലമെൻറ്റിൻ്റെ PMTS അത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ടാബുലേറ്റ് ചെയ്തു. അതായത് there is element number, then PMT time. ഏതാണ് 258 258. ഇതിൻ്റെ നമുക്ക് പ്രീഡിറ്റർമിൻഡ് മോഷൻ സ്റ്റഡി നടത്തി. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പ്രീഡിറ്റർമിൻഡ് മോഷൻ കോമ്പിനേഷൻ ഓഫ് മോഷൻസ്, ചെറിയ മോഷൻസ് ആയിരിക്കും. അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്താണ് അറിയാം. ഈ 2-ൻ്റെയും 5-ൻ്റെയും 8-ൻ്റെയും ടൈം നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അതിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണെന്ന് കരുതുക, 0.14 minutes ആയിരുന്നു. 5-ൻ്റെ കേസിൽ ഇറ്റ് ഈസ് 0.255
and 8 is 0.145. ഇത്രയാണെന്ന് എഴുതാം. Now we can compare the two cases from the observed. From the observed, it is for the element 2, it took 0.16 minutes. But by the PMTS study, it is only 0.14. അപ്പോൾ 0.14 മിനിറ്റ് മതി ശരിക്കും നമ്മുടെ സ്റ്റഡി വെച്ചിട്ട്, ഓൾറെഡി ഉള്ള സ്റ്റഡി വെച്ചിട്ട്. പക്ഷേ ഒബ്സർവ് ചെയ്ത് എത്രയാണ്, കുറച്ചും കൂടെ കൂടുതലാണ് ടൈം. അതായത് അവിടെ എന്താണ്, പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും അല്ലേ, എത്രയോ ഒരു എമൗണ്ട് കുറവായിരിക്കും. അതാണ് സെക്കൻഡ് കേസിൽ. ഇനി ഫിഫ്ത്ത് എലമെൻറ്റിൻ്റെ കേസിൽ ശരിക്കുള്ള PMTS സ്റ്റഡി വഴിച്ച് എന്താണ് നമുക്ക് കിട്ടിയത്, PMTS ത്രൂ PMTS സ്റ്റഡി എന്താണ് കിട്ടിയത്, 0.255 മിനിറ്റ്സ് ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, കുറച്ചും കൂടെ കൂടുതൽ, വളരെ കുറച്ചാണ് എങ്കിലും 0.26 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ ഇവിടെയും എന്താണ്, അതിൻ്റെ പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും. ഇനി 8ൻ്റെ കേസിലും അതേപോലെ തന്നെ ഇവിടെ 0.145 ആണ് വേണ്ടത്, പക്ഷേ ഇവിടെ എടുത്തത് എന്താണ്, 0.15 എടുത്തു. അപ്പോൾ ഈ 3 കേസിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒബ്സർവ്ഡ് പെർഫോമൻസ് ബൈ ആക്ച്വൽ പെർഫോമൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ rating factor for element 2 for 2ൻ്റെ റേറ്റിംഗ് ഫാക്ടർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പം കിട്ടിയ എത്രയാണ്, ഇവിടെ സപ്പോസ് ഇവിടുത്തെ വാല്യൂ ഒരു മിനിറ്റ് 145 ആണ്. ഓക്കെ, റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇവിടെ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒബ്സർവ്ഡ് പെർഫോമൻസ് ബൈ നോർമൽ പെർഫോമൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ടൈം നമ്മൾ പറയുമ്പോൾ എങ്ങനെയായിരുന്നു, നോർമൽ ടൈം ഈക്വൽ ടു എന്തായിരുന്നു, ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ദിസ് ഈസ് എന്താണ്, ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടർ, ഇതാണ് നോർമൽ ടൈം. Therefore normal rating factor will be equal to the normal time by observed factor or observed time. Therefore ഇവിടെ നമുക്ക് ഓരോന്നും നമുക്ക് അതേപോലെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഫോർ element 2 it is 0.145 divided by 0.16. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഏകദേശം 90.62%. ഇങ്ങനൊരു റേറ്റിംഗ് ഫാക്ടർ കിട്ടി ഫോർ എലമെൻറ്റ് 2. ഇനി സിമിലർലി ഫോർ 5 and 8. സോ ദ റേറ്റിംഗ് ഫാക്ടർ ഫോർ ദ എലമെൻറ്റ് 5, അതുപോലെ റേറ്റിംഗ് ഫാക്ടർ ഫോർ ദ എലമെൻറ്റ് 8, ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസ് ആണെങ്കിൽ 0.255 ഡിവൈഡഡ് ബൈ 0.26 which is equal to almost 98.08%. ഇനി ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 96.66% നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് കമ്പയർ ചെയ്തത്. ബാക്കിയുള്ളതിൻ്റെ കമ്പയർ ചെയ്തില്ല, 3 എണ്ണത്തിൻ്റെ നമ്മൾ കമ്പയർ ചെയ്തു. അതാണ് PMTS സ്റ്റഡി വെച്ചുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് റേറ്റിംഗ് ഫാക്ടേഴ്സ് കിട്ടി 3 എലമെൻറ്റിൻ്റെ. സോ വി ഹാവ് ടോട്ടലി 8 elements, of which
7 are manually controlled and 1 is power controlled. Power controlled നമ്മൾ 100% റേറ്റിംഗ് ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള 7 എണ്ണത്തിൽ 3 എണ്ണത്തിൻ്റെ എന്താണ് വി നോ ദ വാല്യൂ ഓഫ് ദ PMTS. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു റേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നൗ വി ടേക്ക് ദ ആവറേജ് ഓഫ് ദീസ്. ഈ 3% ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആവറേജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ ആവറേജ് വിൽ ബി ഈക്വൽ ടു 95.12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്രോക്സിമേറ്റ്ലി 95 എന്നിരിക്കട്ടെ, 95%. This is taken as the rating factor for the 7 things. അപ്പോൾ ഈ 7 എണ്ണത്തിൻ്റെയും റേറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതൊക്കെയാണല്ലോ ഓരോ ഒബ്സർവ്ഡ് ടൈം. ഫോർ 1 is 0.14, for the 2 is 0.16, 0.3 etc. ഇതെല്ലാം ഒബ്സർവ്ഡ് ടൈംസ് ആണ്. നമുക്ക് നോർമൽ ടൈം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒബ്സർവ്ഡ് ടൈം ഇൻറ്റു റേറ്റിംഗ് ഫാക്ടറാണ്. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ദാറ്റ് ഈസ് ദ റേറ്റിംഗ് ഫാക്ടർ ഫോർ ഈച്ച്. 1-ൻ്റെതും 2-ൻ്റെതും 3യുടെ റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പവർ കൺട്രോൾഡ് ആണ്, അതുകൊണ്ട് 100 ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ റേറ്റിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദ നോർമൽ ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോന്നിനെയും എന്താണ് 95% ഉണ്ട്. 95 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.95 ഇൻറ്റു ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും പ്ലസ് ചെയ്യുക. ദറ്റ് ഈസ് ഇതൊഴിച്ച് തേർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം 0.14, 0.16, 0.52, 0.26 ഇതെല്ലാം കൂടെ ജസ്റ്റ് പ്ലസ് ചെയ്യാം. ദറ്റ് ഈസ് 0.14 പ്ലസ് 0.16 പ്ലസ് 0.52 പ്ലസ് 0.26 പ്ലസ് 0.45 plus 0.34 plus 0.15. ഈ എണ്ണം 1, 2, 3, 4, 5, 6, 7. ഇനി പവർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരെണ്ണങ്ങളുണ്ട് അല്ലേ? അതായത് എന്താണ് പവർ കൺട്രോൾഡ് ആണ് എക്യുപ്മെൻറ്റ് 3 എലമെൻറ്റ് 3. അപ്പോൾ എലമെൻറ്റ് 3ക്ക് നമ്മൾ 100% റേറ്റിംഗ് ഫാക്ടറാണ് കൊടുക്കുന്നത്. അതായത് 0.3 is the observed time into rating factor is 100%, that is 1. That is plus 1 into 0.3. ഈ ഒരു വാല്യൂ ആയിരിക്കും എന്താണ് നോർമൽ ടൈം. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എത്ര കിട്ടുക? 2.22 മിനിറ്റ്സ്. ഇതായിരിക്കും നോർമൽ ടൈമായിട്ട് നമുക്ക് കിട്ടുക. സാധാരണഗതിയിൽ ടോട്ടൽ ഒബ്സർവ്ഡ് ടൈം എന്തായിരുന്നു? 2.32 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പം അവസാനം നോർമൽ ടൈം കണ്ടുപിടിച്ചപ്പോൾ എന്താണ്? 2.22 കൺസിഡറിങ് ദ റേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് റേറ്റിംഗ്, ദാറ്റ് ഈസ് സിന്തറ്റിക് റേറ്റിംഗ്. ഇവിടെ നമ്മൾ ചെയ്ത് എന്താണ്? നമ്മൾ ജസ്റ്റ് സ്പീഡൊന്നും അല്ല കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് കേസ് എന്താണ്? സ്പീഡ് റേറ്റിംഗിൽ നമ്മൾ എന്താണ് ചെയ്തത്? സ്പീഡ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റേറ്റിംഗ് ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? സിന്തറ്റിക് റേറ്റിംഗ് ആണ്. ഇവിടെ നമ്മളൊരു സിന്തറ്റിക് അനാലിസിസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു സ്റ്റഡി നടത്തി. എന്താണ്? ബേസ്ഡ് ഓൺ ദ PMTS സ്റ്റഡി വി ഹാവ് അറൈവ്ഡ് അറ്റ് ദ റേറ്റിംഗ് ഫാക്ടർ. ആ റേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് നോർമൽ ടൈം കണ്ടുപിടിക്കും. പിന്നെ ദെൻ വി യൂസ് ദ അലവൻസസ്, കൺസിഡർ ദ അലവൻസസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഫൈനൽ സ്റ്റാൻഡേർഡ് ടൈം. ഇതാണ് സെക്കൻഡ് കേസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് Westinghouse system of rating. Westinghouse system of rating. Westinghouse system of rating.
Westinghouse system of rating. So this Westinghouse system of rating, this mainly consider four factors. Four factors. Four factors. Mainly skill, effort, conditions, and consistency. And based on these factors, we are giving some values, or we are creating the classes, whether it is average, good, excellent, super skill, etc. അതുവഴി നമ്മളൊരു റേറ്റിംഗ് നടത്തുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫല്ല സോറി ടേബിൾ ഉണ്ട്, ജസ്റ്റ് കാണിക്കാം, അത് കാണുമ്പോൾ മനസ്സിലാവും. ടേബിൾ ഒരു ടേബിൾ ഉണ്ടായിരുന്നു ഇവിടെ, പോട്ടെ. ഓക്കെ, ജസ്റ്റ് പറയാം. അതായത് ഫിഗർ ഡൗൺലോഡ്, ഓക്കെ ഡൗൺലോഡ്സിലാണ് തോന്നുന്നു. ഈ കാണുന്നതാണ്. ഓക്കെ, നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ഫാക്ടേഴ്സാണ് പറഞ്ഞേക്കുന്നത്: സ്കിൽ, കണ്ടീഷൻ, കൺസിസ്റ്റൻസി. അപ്പോൾ അതിൻ്റെ കൂടെ എഫേർട്ട് ഒരെണ്ണം കൂടെ വരും. ഓക്കെ, അപ്പം നമുക്ക് പല ഫാക്ടേഴ്സ്, സ്കില്ല് തന്നെ പല ടൈപ്പിൽ ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസ് 6 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ABCDEF 6 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് സ്കില്ലിനെ. ഓരോന്നിനെ അതേപോലെ കണ്ടീഷനെ ആണെങ്കിലും ABCDEFG, അതുപോലെ ABCDEF, കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ എഫേർട്ട്. ഒരു എഫേർട്ട് എടുക്കുന്നത്, ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ പർട്ടിക്കുലർ വർക്ക് അയാൾ എത്ര എഫേർട്ട് എടുത്തു, ആ എഫേർട്ടിനെ നമുക്ക് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ എഫേർട്ട് നോക്കിയിട്ട് അതിന് പല ക്ലാസ്സസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഏറ്റവും ടോപ്പിൽ വരുന്നത് A, ദെൻ B, ദെൻ C, അങ്ങനെ ഓരോ ക്ലാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ ക്ലാസ്സിനെയും നമ്മൾ 2 ഡിഗ്രീസ് ആയിട്ട് തിരിച്ചു. A തന്നെ ഇവിടെ കാണാം നിങ്ങൾക്ക്, A തന്നെ ദാറ്റ് ഈസ് 1 and 2, അതായത് A1 ഉം A2 ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. A1ന് സ്കില്ലിൻ്റെ കേസിൽ A1ൻ്റെത് എന്താണ് 0.15, സ്കില്ലിൻ്റെ കേസിൽ തന്നെ എയുടെ സെക്കൻഡ് ഡിഗ്രി, അതായത് A2, ദാറ്റ് ഈസ് കുറച്ചും കൂടെ കുറവായിരിക്കും 0.13. ഇതാണ് സ്കില്ലിൻ്റെ 2 എണ്ണം. ഇനി സ്കില്ലിൻ്റെ തന്നെ രണ്ടാമത്തതാണ് B1B. അതിനകത്ത് Bയുടെ 1 and 2 2 ക്ലാസ്, അതിൻ്റെ 2 ഡിഗ്രീസ് ഓഫ് ദ സെയിം ക്ലാസ്, ദാറ്റ് ഈസ് B. അതിൻ്റെ ഓരോ വാല്യൂസ്, അങ്ങനെ ഓരോ വാല്യൂസ് ഉണ്ടാവും. അതിൻ്റെ ഓരോ പേരുകളാണ്. ഇപ്പോൾ സ്കില്ലിൻ്റെ A ക്ലാസ്, അതിൻ്റെ ടോപ്പ് ക്ലാസ്സിന് ടോപ്പ് 2 ക്ലാസ്സുകളാണുള്ളത്. അപ്പോൾ A ക്ലാസ്സിനെയാണ് നമ്മൾ സൂപ്പർ സ്കിൽ എന്ന് പറയും, B ക്ലാസ്സിനെ എക്സലൻ്റ് എന്ന് പറയും, C ക്ലാസ്സിനെ ഗുഡ് എന്ന് പറയും, D ക്ലാസ് ആവറേജ്, E ക്ലാസ് ഫെയർ ആൻഡ് F ക്ലാസ് പുവർ. അങ്ങനെ എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ പേരും അതേപോലെ വാല്യൂസും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് എടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ജോബ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാളുടെ സ്കില്ല്, ഇൻ ടേംസ് ഓഫ് സ്കിൽ, വെദർ ഹീസ് ഇൻ A1, A2, B1, B2, B3, ഇത് ഏതാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. ഗോ ടു ദിസ് ചാർട്ട്. ഇവിടുന്ന് അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും.
ഇനി കണ്ടീഷൻ്റെ കേസിൽ ഒരു വാല്യൂ ഉണ്ടാവും, കൺസിസ്റ്റൻസിക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുക, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ദ റേറ്റിംഗ് ഫാക്ടർ. അതിനെയാണ് നമ്മൾ വെസ്റ്റിൻഹൗസ് സിസ്റ്റം ഓഫ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വെസ്റ്റിൻഹൗസ് സിസ്റ്റം ഓഫ് റേറ്റിംഗ്, ഹൗ ഇറ്റ് ഈസ് ഡൺ, യു ആർ ഹാവിങ് 4 ഫാക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് 4 ഫാക്ടേഴ്സ് ഉണ്ട്: സ്കിൽ, എഫേർട്ട്, കണ്ടീഷൻസ് ആൻഡ് കൺസിസ്റ്റൻസി. ഫോർ ഈച്ച് ഫാക്ടർ യു ഹാവ് 6 ക്ലാസസ്. 6 ക്ലാസസ് ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, എഫ്. ആൻഡ് ഫോർ ഈച്ച് ക്ലാസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഡിഗ്രീസ് അല്ലേ. ഡിഗ്രീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? 1, 2, 1, 2, 1, 2, 1, 2. ആൻഡ് ഫോർ ഈച്ച് ഡിഗ്രീസ് വി ആർ അസൈനിങ് സർട്ടൻ വാല്യൂസ്. ഓരോ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു റേറ്റിംഗ് ഫാക്ടർ കിട്ടും. യൂസിങ് ദാറ്റ് റേറ്റിംഗ് ഫാക്ടർ യു വിൽ ഗെറ്റ് ദ നോർമൽ ടൈം. അതാണ് നമുക്ക് വെസ്റ്റിൻഹൗസ് സിസ്റ്റം ഓഫ് റേറ്റിംഗിൽ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇനി ഒരെണ്ണങ്ങളുണ്ട്. ഓക്കെ, ഫൈനലി ഒരെണ്ണങ്ങളുണ്ട്, ജസ്റ്റ് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് 4 കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വി ഹാവ് 4 types of rating, that is speed rating, synthetic rating, Westinghouse system of rating, and finally objective rating. So the final one is the objective rating. Objective rating. Objective rating എന്ന് പറഞ്ഞാൽ ഇവിടെ the rating factor R is defined as the product of 2 rating factors, that is P into D. ഞാൻ ഓരോന്ന് പറയാം എന്തൊക്കെയാണ്. Where P is the same as that of the speed rating. P is the pace rating factor. Pace rating factor. And D is the job difficulty factor. Job difficulty factor. അതായത് പേസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം അല്ലേ, സ്പീഡ് എത്രത്തോളം സ്പീഡിൽ ചെയ്തു അതിൻ്റെ ഒരു ഫാക്ടർ, ഒരു പർട്ടിക്കുലർ ഫാക്ടർ ഉണ്ടാവും. ഇനി ഡി എന്ന് പറയുന്നത് ജോബ് ഡിഫിക്കൽട്ടി ഫാക്ടർ. ജോബ് ഡിഫിക്കൽട്ടി ഫാക്ടർ മെയിൻലി ഡീൽസ് വിത്ത് ദ certain things like amount of body used. Amount of body used. എത്രത്തോളം ബോഡി നമ്മൾ ഉപയോഗിക്കുന്നു. ചില കേസിൽ നമുക്ക് ബോഡി കുറച്ച് ഒരു 5% ബോഡി ഈസ് യൂസ്ഡ്, ചില കേസിൽ എന്താണ് 10% ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എത്രത്തോളം നമ്മുടെ ബോഡി നമ്മൾ ഉപയോഗിക്കുന്നു ഈ ഒരു പർട്ടിക്കുലർ വർക്കിന്, അതിനനുസരിച്ച് എന്താണ് ജോബ് ഡിഫിക്കൽട്ടി. അതാണ് ജോബ് ഡിഫിക്കൽട്ടി. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അതേപോലെ ഫുഡ് പെഡൽസ്, ദെൻ ബൈ മാനുവൽസ്, അതായത് നമുക്ക് ഒരു കൈ കൊണ്ടാണോ ഉപയോഗിക്കുന്നത്, അതേപോലെ 2 കൈ കൊണ്ടാണോ ഉപയോഗിക്കുന്നത്. By manual. Then weight handled. എത്രത്തോളം വെയിറ്റ് നമ്മൾ എടുക്കുന്നു, അത് കുറവാണോ കൂടുതലാണോ അതിനനുസരിച്ചുള്ള. ദെൻ ഹാൻഡ്ലിംഗ് റിക്വയർമെൻറ്റ്, എക്സെട്ര. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് ദീസ് ആർ ദ ജോബ് ഡിഫിക്കൽട്ടി ഫാക്ടർ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന വേറൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിങ് ദ പേസ് റേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ സ്പീഡ് at which the operator is working, whether it is compared to the normal pace, it is more or less. അതിനനുസരിച്ചൊരു റേറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. ദെൻ റിഗാർഡിംഗ് ദ ഡിഫിക്കൽട്ടി ഇൻ ദ ജോബ് with respect to the amount of body used, foot pedals, biannuals, weight, handling requirements, etc. Based on that, we will assign a value for the
job difficulty, that is the job difficulty factor, and the product of which will be the final rating factor R. And this system of rating is termed as the objective rating. Okay, so these are all about the job performance rating. Now we are left with some topic, that is job evaluation, merit rating, and finally we have the wages and incentives that you will be doing as assignment.